ഇതിപ്പോ ആർക്കും പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ. ആരും ഇറങ്ങണ്ട, ആരും ഒരു റിസ്ക് എടുക്കണ്ട. നഷ്ടപ്പെട്ടവർ അതുവഴി അങ്ങ് പൊയ്ക്കോട്ടെ. നിങ്ങൾക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. പക്ഷെ വീണത് എന്റെ മോളാ. ഓക്കെ സാർ, ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. വാ, നമുക്ക് താഴെ ഒന്ന് ഇറങ്ങി നോക്കാം. സർ, സർ, ഞാനും കൂടെ വരാം സർ. മാഡം പ്ലീസ്, ഇതിനിടയിൽ എനിക്ക് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാ മതി. ഇല്ല സർ, എനിക്ക് വന്നേ പറ്റൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ രാധികയെ കണ്ടെത്തണം. എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. പാടോ. വാ വാ, നമുക്കൊന്ന് പോയേക്കാം. ഹലോ ഹലോ അമ്മേ, മുത്തശ്ശി എവിടെ? മുത്തശ്ശി ഇവിടെയുണ്ട്. ഞാനിവിടെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. അമ്മ മുത്തശ്ശി വിളിച്ചൊന്ന് ഫോൺ കൊടുക്കോ? നീ എപ്പോഴും അങ്ങോട്ട് പോയേ? രാധികയില്ലേ അവിടെ? ഉണ്ട്. അമ്മ മുത്തശ്ശിയോടൊന്ന് ഫോൺ കൊടുക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? നിന്റെ ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ. അമ്മേ, പ്രിയങ്കയ്യ, അവക്ക് അമ്മയോട് എന്തോ പറയാനുണ്ടെന്ന്. എന്താടി? ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മുത്തശ്ശി. എടി, നീ ആ പോലീസുകാരോട് വരുണിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ. അവള് പോന്നെങ്കി അങ്ങ് പോട്ടെ എന്ന്. എന്താ അമ്മേ? ആ, നീ ഫോൺ വെച്ചോ മോളെ, ഞാനിവിടെ എല്ലാവരോടും പറയട്ടെ. അമ്മേ, എന്താ കാര്യം? ഒന്ന് പറ അമ്മേ. എടി, ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചതിനുള്ള കൂലി നിന്റെ മകൾക്ക് കിട്ടി. ഷൂട്ടിങ്ങിനിടയില് രാധിക വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയത്.
പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? കയ്യോ കാലോ ഇത്തിരി മാംസോ കിട്ടുകയാണെങ്കിൽ പോലീസുകാരിഞ്ഞു വിളിച്ച് പറയുമല്ലോ. ആ അപ്പ ചെന്നതങ്ങ് ഏറ്റുവാങ്ങിയാ മതി. അമ്മേ, എങ്ങനെയാ അമ്മ ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? സിനിമാ ഷൂട്ടിംഗ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് അവള് വഴിതെറ്റിപ്പോയെന്നല്ല വിളിച്ചു പറഞ്ഞത്. അവള് വെള്ളച്ചാട്ടത്തിൽ വീണു പോയെന്നാ, തിരിഞ്ഞിട്ട് കാണാനില്ലെന്നാ. അതുപോലും ആഘോഷിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിനോട് എനിക്ക് വെറുപ്പാ തോന്നുന്നു. എന്റെ മോളെ കുറിച്ച് ഇനി അനാവശ്യമായൊരു വാക്ക് അമ്മയുടെ നാവെന്ന് വന്നാ ഞാൻ പിന്നെ അമ്മ എന്നുള്ള സ്ഥാനം അങ്ങ് മറന്നേക്കും. അമ്മ ചെല്ല്, എവിടെയെങ്കിലും ഇരുന്ന് അമ്മയുടെ ശത്രു ഇല്ലാതായതിനെ കുറിച്ച് സന്തോഷിക്കും. എന്റെ മുന്നിൽ നിന്ന് പോവാമേ. വായശോദ, നമുക്ക് പോയി അന്വേഷിക്കാം. ആരവളോട് ക്രൂരത കാണിച്ചാലും നമുക്ക് അവള് നമ്മുടെ പൊന്നു മോളാ. എന്റെ മോള് രാധികേ, രാധിക, മോളെ, രാധിക, രാധിക, മോളെ, മോളെ, രാധിക, രാധിക, മോളെ, രാധിക, മോളെ, രാധിക, മോളെ, മോളെ, രാധിക, എന്റെ മോള്, മോളെ, മോളെ, മോളെ. കൂടാ, വേഗം തിരിച്ചു പോകാൻ നോക്ക്. ഞാൻ പോയില്ല സാർ. രാധിക മോളെ കണ്ടെത്താതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അതിനെ സാറിനെ നിർബന്ധിക്കൊന്നും വേണ്ട. ഇത്രയും നേരത്തെ സെർച്ച് ചെയ്ത് മനസ്സിലായ ഒരു കാര്യം, അവർ രണ്ടുപേരും താഴെ എത്തിയില്ല എന്നുള്ളതാണ്. അറിയില്ല, ഇതുവരെ മുകളിൽ നിന്ന് വീണവരാരും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല. ശ്യാമ, ശ്യാമ, ഞാൻ ഈ മോമൂടിയൊക്കെ മാറ്റാൻ പോവാ. എന്തിനാ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്? ആരെ ഒളിക്കാനാ? ശ്യാമ പ്ലീസ്. എത്ര കാലം അവളെ ഞാൻ അയച്ചു നിർത്തി. ഒടുവിൽ തിരിച്ചു കിട്ടിയിട്ട് മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ സമ്മതിച്ചു. തൊട്ടിയെടുത്തില്ലേ വീണ്ടും എന്റെ മോള്. എടുക്കണ്ട. വിളിക്കുന്നവർക്ക് മുഴുവൻ അപകടത്തിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. പറയുന്നവന്റെ വേദന പ്രശ്നമല്ല. പരമേശ്വര, ഒന്ന് അവിടം വരെ പോവാന്ന് പറഞ്ഞിട്ട് നീ സമ്മതിച്ചില്ലല്ലോ. പറ്റാവുന്നവരെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടമ്മേ. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് എന്തിനാ? അവിടെ ചെന്ന് നിന്നാ ഇതിലും വലിയ നീറ്റലായിരിക്കില്ലേ?
അവിടുന്ന് ആരൊക്കെ തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ അമ്മയ്ക്ക്? മുത്തശ്ശി മുത്തശ്ശി എന്താ മോളെ, അവരൊക്കെ എന്താ പറഞ്ഞേ? അവരൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ മുത്തശ്ശി. താഴെ പോയ ആരും ജീവനോട് കിട്ടിയിട്ടില്ല, താഴെ കൊടും കാടാണെന്നൊക്കെ കേട്ടിട്ട് സഹിക്കാനാവാതെ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. പാവം എന്റെ ചേച്ചി എല്ലാ നേരവും കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നതല്ലേ, എന്നിട്ട് കാത്തില്ലല്ലോ ആ പാവത്തിന്. പാപം ചെയ്തിട്ടുണ്ടോന്ന് ആർക്കറിയാം? കൽപ്പനെ മിണ്ടാതിരിക്കും. ഒരു ദുരന്തം ഉണ്ടായി എന്നത് സത്യം. എല്ലാവരെയും പോലെ അവര് തിരിച്ചു വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പറയേണ്ട സമയത്ത് തന്നെ പറയണമല്ലോ. അല്ല, അവിടെ അത്ര ആൾക്കാരുണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്താ വരുൺ മാത്രം എടുത്തു ചാടിയത്? ഇവിടെ പലരും ചിലതിനൊക്കെ കണ്ണടച്ച് കൊടുക്കുന്നുണ്ട്. വരുണും രാധികയും തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് പോലെ സഹിച്ചു കാണില്ല. ചിരിക്കുക. നീ പറഞ്ഞല്ലോ ദുരന്തം സംഭവിച്ചുവെന്ന്. അതങ്ങനെ ആയിരിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഞങ്ങള്. നിനക്ക് നിന്നെ എതിർക്കുന്ന ഭർത്താവിന്റെ അനിയൻ പോയി എന്നുള്ള സന്തോഷം ഉള്ളില്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോന. ഇനി വരുണിനെ കുറിച്ചോ രാധികയെ കുറിച്ചോ ഒരക്ഷരം നീ മിണ്ടിയാൽ കേറി പൊടിയാത്ത്. ഒരു സങ്കടം ഉണ്ടായാൽ കുടുംബം മുഴുവൻ ഒന്നിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത പരകിച്ച അവസ്ഥ എവിടെ? ഇവളെ പോലുള്ളവരെ കൊണ്ട്. അച്ഛാ, ഞാനും ബിജു അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ബിജുവേ, ഇവനെ നോക്കിക്കൊള്ളണേ. ഇവന്റെ ആരോഗ്യം ഇതുവരെ പൂർണ്ണമായും ശരിയായിട്ടില്ല. ഇനിയൊന്നും കേൾക്കാനും സഹിക്കാനും എന്നെ കൊണ്ട്. പോയിട്ട് വാ. എന്താ അച്ഛാ ഇത്? അച്ഛാ, അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അവനെ നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന് തട്ടിയെടുക്കാനൊന്നും ആർക്കും പറ്റില്ല. പിന്നെ രാധികയല്ലേ, അതുപോലെ നല്ല മനസ്സിലൊരു കുട്ടി വേറെ ഉണ്ടോ? ശരി അമ്മേ. ഭാവിച്ചു.
മുത്തശ്ശി, മരണം ചേച്ചി തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാനൊരു ദിവസം പോലും ജീവിച്ചിരിക്കില്ല. ഇത് സത്യം മുത്തശ്ശി. മോളെ മോളെ, അമ്മയുടെ ഉള്ളും വിറയ്ക്കുന്നുണ്ട്. എന്നിട്ടും പ്രതീക്ഷ കൊണ്ട് അമ്മ അത് തടഞ്ഞു പിടിക്കുക. നമ്മളെ തേടി ഒരു മോശം വാക്കും വരില്ല. എന്തിനാ എന്റെ കുട്ടികളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവര് തെറ്റ് ചെയ്തോ? എല്ലാത്തിനും കാവല് ഭഗവാൻ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ട് ശിക്ഷിച്ചു എന്റെ കുട്ടികളെ. ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, കുഞ്ഞുങ്ങളല്ലേ. ഭഗവാൻ കണ്ണു തുറക്കാതെ ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ? ഈ ഇരുന്ന ഇരിപ്പില് എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ. എന്റെ മോനെ ഇങ്ങത്താ. സർ, മുകളിൽ നിന്ന് വീഴുന്നവർ സ്ട്രെയിറ്റ് ആയിട്ട് ഈ വെള്ളത്തിൽ വന്ന് വീഴില്ല. മിക്കവാറും പാറക്കെട്ടിലോ മറ്റോ തട്ടി ചിന്നി ചിതറിയിട്ടുണ്ടാവും. സാഹചര്യം നോക്കി വേണ്ടോ എന്തെങ്കിലുമൊക്കെ പറയാം. അതെ, നിങ്ങൾ കുറച്ച് മാറി നിന്നേ. ഇത്രയും സമയമായിട്ട് നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാഡം, സമയം ഇപ്പോൾ ഒരുപാട് വൈകി. ഒരു 5:30 ആകുമ്പോഴേക്കും കാടിനകത്ത് ഇരുട്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ സെർച്ചിങ് ബുദ്ധിമുട്ടാ. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകാനേ പറ്റൂ. ഇല്ല സർ, ഞാൻ തിരിച്ചു പോവില്ല. നിങ്ങൾ ആരിവിടുന്ന് പോയാലും ഞാൻ പോവില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? വന്യമൃഗങ്ങളുണ്ട് ഇവിടെ, കണ്ടീഷൻ മോശമാണ്. നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാതല്ല ഞാൻ സംസാരിക്കുന്നത്. മറ്റുള്ളവർ കൂടി ആപത്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നാളെ മുതൽ ആളുകളെ ഇറക്കി അന്വേഷിക്കാം. അതേ ഇനിയൊരു മാർഗമുള്ളൂ. ഓക്കെ സാർ. ശ്യാമ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ലോ. കൂടെ കൂടെ ഓരോന്ന് അവരോട് ചോദിക്കുമ്പോ അവർക്ക് ദേഷ്യം വരും. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അവര് ദേഷ്യപ്പെട്ടോട്ടെ, അവര് വേണമെങ്കിൽ ചീത്ത വിളിച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ മോളെ കിട്ടണമെന്നേ ഉള്ളൂ. ശ്യാമയ്ക്ക് ഭഗവാനിൽ വിശ്വാസമില്ലേ? ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്നതല്ലേ അവളെ. അങ്ങനൊന്നും തിരിച്ചെടുക്കില്ല. എന്റെ മോളെ ഒരു സാധ്യതയില്ലെന്ന് ആരെഴുതി തള്ളിയാലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധ്യത ഭഗവാനാണ്. പ്രാർത്ഥിക്ക് ശ്യാമേ, അവളെ തിരിച്ചു തരണേന്ന് പ്രാർത്ഥിക്ക്.